ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഇറ്റ്സ് ടൂൾസ് ഓഫ് ലൈഫ്. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ കഥയുമായാണ് വന്നത്. ഇന്നത്തെ കഥയിലുള്ള 3 ക്യാരക്ടേഴ്സാണ്. ഹെൽത്ത്, വെൽത്ത് ആൻഡ് ലവ് എന്ന് പറഞ്ഞ 3 കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കഥ. നിങ്ങളിൽ പലരും ഈ കഥ എവിടെയെങ്കിലുമൊക്കെ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. എന്നാലും ഞാൻ എൻ്റെ വ്ളോഗിൽ കൂടി ഒന്നുകൂടി ഇത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബന്ധങ്ങളാണ്, സ്നേഹബന്ധങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കഥ കൂടിയാണിത്. ഒരു ക്രിസ്മസ് വൈകുന്നേരം ഒരു പാവപ്പെട്ട വീട്ടിൽ പോളിയോ ബാധിച്ച ഒരു കുട്ടിയും ഒരു അച്ഛനും അമ്മയുമാണുള്ളത്. ആ വീട്ടിലേക്കാണ് ഹെൽത്ത്, വെൽത്ത് ആൻഡ് ലവ് എന്ന് പറയുന്ന ഈ 3 മനുഷ്യർ കടന്നു വരുന്നത്. ഇവർ വരുന്നത് വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഒരു ഭിക്ഷക്കാരൻ്റെ വേഷത്തിലുമാണ് വരുന്നത്. ഈ വീട്ടിലെ അവസ്ഥയെന്ന് പറയുന്നത്, ഈ വീട്ടിലെ അച്ഛൻ ഒരു ജോലിക്ക് പോവുകയോ ആ വീടിനെ സംരക്ഷിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും ഈ കാര്യം പറഞ്ഞ് വീട്ടിൽ വഴക്കായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ശ്രദ്ധിക്കാൻ ആ വീട്ടിൽ ആരും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. അവർക്ക് എപ്പോഴും വഴക്കും വീട്ടിൽ സാമ്പത്തികമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടും കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ക്രിസ്മസ് വൈകുന്നേരമാണ് ഈ 3 ഭിക്ഷക്കാരുടെ രൂപത്തിൽ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ലവ് എന്ന് പറയുന്ന 3 ആൾക്കാർ അവിടേക്ക് വരുന്നത്. അപ്പോൾ വാതിലിൽ നോക്കിംഗ് സൗണ്ട് കേട്ട് ഈ മദർ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ 3 ഭിക്ഷക്കാർ നിൽക്കുകയാണ്. അവർ എന്തെങ്കിലും അവർക്ക് കഴിക്കാൻ കൊടുക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അമ്മ അവരുടെ വീട്ടിൽ ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് തന്നെ യാതൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ വന്ന ഒരാൾ പറയുകയാണ്, നിങ്ങൾ ഇതിൽ ഒരാളെ, അതായത് ഇതിലേതെങ്കിലും ഒരാളെ വിളിച്ചാൽ 3 പേർക്കും അകത്ത് വരാൻ കഴിയും. പക്ഷെ അത് നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത്, ആരെയാണ് ആദ്യം വിളിക്കേണ്ടതെന്നുള്ളത്. ഹെൽത്തിനെയാണോ, വെൽത്തിനെയാണോ, ലവിനെയാണോ അകത്തേക്ക് വിളിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവർ തമ്മിൽ വീണ്ടും ഒരു തർക്കമുണ്ടായി. അമ്മ പറയുന്നു, നമ്മുടെ വീട്ടിൽ പണത്തിനാണല്ലോ കുറവുള്ളത്, അപ്പോൾ നമുക്ക് വെൽത്തിനെ വിളിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നത്, നമ്മുടെ മോൾക്ക് സുഖമില്ലാത്തതാണല്ലോ, അപ്പോൾ നമുക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞ ആ വ്യക്തി അകത്തേക്ക് വിളിക്കാമെന്നാണ്. പക്ഷേ മകൾ പറയുന്നത്, ഈ വീട്ടിൽ ഹെൽത്തും വെൽത്തുമല്ല നമുക്ക് ആവശ്യം, ലവ് എന്ന് പറഞ്ഞ ആ ആളിനെ നമുക്ക് അകത്തേക്ക് വിളിക്കാം. ലാസ്റ്റിൽ ഫസ്റ്റ് ടൈം മകൾ പറഞ്ഞതിനാണ് പിന്നീട് അച്ഛനും അമ്മയും അന്നൊരു ദിവസം ഇമ്പോർട്ടൻസ് കൊടുത്തത്. ശരി, എന്തായാലും ഇനി മകൾ പറഞ്ഞത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ലവ് എന്ന് പേരുള്ള ആ ഭിക്ഷക്കാരനെ അകത്തേക്ക് വിളിക്കുകയും ആ യാചകനെ അകത്തേക്ക് വിളിക്കുകയും, അപ്പോൾ ലവ് വന്നപ്പോൾ അതിൻ്റെ കൂടെ ഹെൽത്തും വെൽത്തും വരികയുമാണ് ചെയ്തത്. കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ യാചകൻ്റെ രൂപം ഉപേക്ഷിച്ച് മാലാഖമാരായി മാറി എന്നാണ് കഥയുടെ എൻഡിങ് അങ്ങനെയാണ്. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തും അതുപോലെ തന്നെ വെൽത്തും ഒക്കെ താനേ വരുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സ്നേഹത്തോടെ പരിചരിക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം വളരെ കുറയും. അതുപോലെ തന്നെ സ്നേഹമുള്ളിടത്ത് ഒരാളും ജോലിക്ക് പോകാതെയോ അല്ലെങ്കിൽ സ്വന്തം വീട് സംരക്ഷിക്കാതെയോ ഇരിക്കില്ല. അവരാൽ കഴിയുന്ന ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹം ഒരിക്കലും നമുക്ക് പൈസ കൊടുത്താലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആർക്കും എവിടെ നിന്നും പിടിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല. അതുപോലെ നമ്മൾ കൊടുത്താൽ തിരിച്ചു കിട്ടും എന്ന് പറയുന്നതും ശരിയല്ല. നമ്മളെപ്പോഴും സ്നേഹിക്കേണ്ടത് അതിന് അർഹതയുള്ള ആൾക്കാരെ മാത്രമായിരിക്കണം. സ്നേഹിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടൈമും അതുപോലെ തന്നെ നമ്മുടെ മനസ്സുമാണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് കണ്ണടച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. സ്നേഹിക്കുമ്പോൾ നമ്മൾ അതിന് അർഹതയുള്ള ആളാണോ നമ്മുടെ എതിരെ നിൽക്കുന്നത് എന്നുകൂടി നോക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലുത്, എല്ലാ ധനങ്ങളിലും വെച്ച് വലുത്, ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയും. അതുപോലെ തന്നെ ലവ് ഈസ് ഓൾസോ എറ്റ് അനദർ വെരി 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 ബ്ലെസ്ഡ് വൺ എന്നാണ് നമുക്ക് പറയുന്നത്. അതായത് എല്ലാത്തിലും ഉപരി നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് മുന്നോട്ട് പോകുവാനായി കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്ലോഗ് ഇവിടെ നടത്തുകയാണ്. എല്ലാവരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. See you in the next video. Thank you.